അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ സമർപ്പിക്കുന്ന സ്വർഗസുധ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ധ്യാനവചസ്, ദൈവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, കുട്ടിയോളും ഞാനും, ദൈവസന്നിധി തുടങ്ങി 5ഓളം സെഗ്മെന്റുകൾ കോർത്തിണക്കി നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രോഗ്രാമാണ് സ്വർഗസുധ. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി എന്ന് കരുതുന്നു. അധികം മുഖവുര ഒന്നും കൂടാതെ തന്നെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യ സെഗ്മെന്റ് ധ്യാനവചസിലൂടെ വളരെ ശ്രദ്ധയോടെ നമുക്ക് വചനം കേൾക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നമുക്കേവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹീതമായ ഈ വേളയിൽ അല്പമായി ധ്യാനിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം ദാനിയേലിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് പലവിധമാകുന്ന പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ്. മനുഷ്യൻ എപ്പോഴും സന്തോഷകരവും അനുഗ്രഹകരവുമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നനയ്ക്കാത്ത വേളകളിൽ, നനയ്ക്കാത്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമാകുന്ന പ്രയാസം നിറഞ്ഞ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്രകാരം മരണകരമായ ഒരു ജീവിത വേദനയുടെ അല്ലെങ്കിൽ പ്രതിബന്ധത്തിൻ്റെ നടുവിൽ വീണുപോകുന്ന ഒരാളായിട്ടാണ് നാം ഇന്ന് വായിച്ചു കേട്ടതായ വേദഭാഗത്തിൽ ദാനിയേലിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. താൻ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തൻ്റേതായ ഇടപെടലുകൾ കൊണ്ടോ ഒരുവിധത്തിലും ആരെയും വേദനിപ്പിക്കാത്ത അല്ലെങ്കിൽ ആർക്കും ഒരു ദോഷവും വരുത്താത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് ദാനിയേലിനെ ഇവിടെ കാണുവാൻ കഴിയുക. ദാനിയേലിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു പ്രയാസം കടന്നു വരുന്നത് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഇവിടെ ദാനിയേൽ തൻ്റെ സ്വന്തം നാട്ടിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് വേദനയുടെ അനുഭവത്തിൽ അവന് സ്വന്തമായ ഒരു പക്ഷേ ആശ്വാസമേകുവാൻ, അവനൊരു താങ്ങാകുവാൻ, തണലാകുവാൻ അവന് ഉറ്റവരായോ ഉടവരായോ ആരും അവൻ്റെ അടുക്കൽ ഇല്ലായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് അടിമയായി പിടിക്കപ്പെട്ടു കൊണ്ടുപോയ വ്യക്തിത്വമായിട്ടാണ് ദാനിയേലിനെ നമുക്ക് കാണുവാൻ കഴിയുക. എന്നാൽ താൻ എവിടെ കടന്നു ചെന്നുവോ അവിടെയൊക്കെ തന്നോടൊപ്പം ഉള്ളവരോടൊപ്പം വിശ്വസ്തരായിരിക്കുവാൻ ദാനിയേലിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ദാരിവേശ് രാജാവിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി, പുറജാതിക്കാരനായ ഒരു രാജാവിൻ്റെ ഭൃത്യനായി ഇന്ന് വിശ്വസ്തമായ സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ദാനിയേൽ നിൽക്കുന്നത്. അവിടെ ദാനിയേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു അന്യജാതിക്കാരനായ വ്യക്തി ആയിരുന്നിട്ട് പോലും രാജാവിന് ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയിരുന്നു ദാനിയേൽ എന്നുള്ളതാണ്. എന്നാൽ ഒരു അന്യദേശത്ത് മറ്റൊരു രാജാവിൻ്റെ കീഴിൽ ആ രാജാവിനോട് ഏറെ വിശ്വസ്തത പുലർത്തുന്ന ഒരു ജീവിത സാഹചര്യത്തിലായിരിക്കുമ്പോൾ ആ ദേശത്തിൽ തന്നെ മറ്റു ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തോടുണ്ടാകുന്ന ഒരു വിരോധവും അവനോടുണ്ടാകുന്ന ശത്രുതാ മനോഭാവമാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു മരണകരമായ അനുഭവത്തിലേക്ക് ദാനിയേലിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഇവിടെ അതിൻ്റെ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേലിനെ കൊടുക്കുന്നതിന് വേണ്ടി മാത്രം രാജാവിനെ കൊണ്ട് ഒരു ശരിയില്ലാത്ത ആജ്ഞ രാജാവിൻ്റെ മറ്റ് ഭൃത്യന്മാർ പുറപ്പെടുവിച്ചു എന്നാണ് നമ്മൾ കാണുക. അടുത്ത 30 ദിവസത്തേക്ക് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ള ഒരു ആജ്ഞ ആ രാജാവിൻ്റെ ഇതര ഭൃത്യന്മാർ പുറപ്പെടുവിക്കുകയും അതിനെ ലംഘിക്കുന്നത് മുഖാന്തരം ഇന്ന് ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇട്ട് അവനെ കൊലക്കേൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തുകയാണ്. എന്നാൽ ആ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ആ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വീഴപ്പെടുന്ന ദാനിയേലിൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ യഹോവയായ ദൈവം അവൻ്റെ ജീവനെ അവിടെ നിന്ന് സംരക്ഷിച്ച് വീണ്ടും ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ വേദഭാഗത്തിൻ്റെ തന്നെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാനിയേലിനെ ആ സിംഹക്കുഴിയിൽ നിന്ന് കരകയറ്റി ദാനിയേലിന് വിരുദ്ധമായി ആലോചിക്കുകയും അവന് എതിരായി പ്രവർത്തിക്കുകയും ചെയ്ത ആ ഭൃത്യന്മാരെയും അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്നവരെയും ആ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇടുമ്പോൾ അവർ ആ സിംഹക്കുഴിയുടെ അടിത്തട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സിംഹങ്ങൾ അവരെ ആക്രമിച്ച് അവരെ കീഴടക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത്രമാത്രം
ശൗര്യമുള്ള ശക്തരായ അല്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണം കാക്ഷിച്ചിരുന്ന സിംഹത്തിൻ്റെ ഗുഹയിലേക്കാണ് ദാനിയേലിനെ വലിച്ചെറിയുന്നത്. എന്നാൽ അവിടെ നിന്ന് പുതിയൊരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കരകയറി വരുവാൻ തക്കവണ്ണം ദാനിയേലിന് സഹായമായി തീർന്നത് എന്തായിരുന്നു എന്നുള്ളതാണ് നാം വളരെ ശ്രദ്ധയോട് നോക്കേണ്ടത്. എന്തായിരുന്നു ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത? നമ്മൾ വായിക്കുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിൻ്റെ അധികാരിയായിരുന്ന ഇസ്രായേലിനെ കീഴടക്കി അവിടെയുള്ള ബുദ്ധിമാന്മാരായി അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ളവരായി ജ്ഞാനമുള്ളവരായി വിവേകമുള്ളവരായിരുന്ന കുറച്ചുപേരെ തൻ്റെ രാജ്യത്തിൻ്റെ ജോലി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു. അതിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ദാനിയേൽ. അവിടെ മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഏറ്റവും ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വിശുദ്ധിയെ കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് ദാനിയേലിനെ കാണുവാൻ കഴിയുക. നെബൂഖദ്നേസർ രാജാവ് തൻ്റെ നാട്ടിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഉള്ളവരെന്ന് കണ്ട ദാനിയേൽ ഉൾപ്പെടുന്ന ചിലരെ രാജകീയമായ ഭോജനങ്ങൾ നൽകി അവരെ രാജ്യകാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണമെന്ന് ഭൃത്യന്മാരോട് പറയുമ്പോൾ ദാനിയേൽ അതിന് നൽകുന്ന മറുപടി എന്ന് പറയുന്നത്, രാജകീയമായ ഭോജനം കൊണ്ടോ രാജകീയമായ വീഞ്ഞുകൊണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തെ അശുദ്ധമാക്കുകയില്ല എന്നുള്ളതാണ്. എൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കാത്തുസൂക്ഷിക്കേണ്ട ചില വിശുദ്ധിയുടെ അനുഭവങ്ങളുണ്ട്. അനാചാരങ്ങളെ, മറ്റുള്ളവൻ്റെ ആചാരങ്ങളെ, മറ്റുള്ളവൻ്റെ ജീവിതശൈലികളെ, മറ്റുള്ളവൻ്റെ സുഖലോലുപതകളെ ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ സുഖലോലുപതയാക്കി മാറ്റി അശുദ്ധിയുടെ വഴിയിലേക്ക് നടന്നു പോകാതിരിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് എന്നുള്ള ദാനിയേലിൻ്റെ ബോധം. ആ ബോധത്തിൽ നിന്നുകൊണ്ട് ദാനിയേൽ ഇന്ന് രാജാവിനോട് പറയുന്നത്, അല്ലെങ്കിൽ രാജഭൃത്യന്മാരോട് പറയുന്നത്, രാജകീയമായ ഭോജനം കൊണ്ടോ രാജകീയമായ വീഞ്ഞുകൊണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തെ അശുദ്ധമാക്കുകയില്ല എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിതങ്ങളെ നമ്മൾ ഓർത്തു നോക്കുക. നമ്മളെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മളൊക്കെയും യഹോവയായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നവരാണ്, വിശുദ്ധ ജനമാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ സ്വായത്തമാക്കുന്നത്, അനുവർത്തിക്കുവാൻ ശ്രമിക്കുന്നത്, പിൻപറ്റുവാൻ ശ്രമിക്കുന്നത് എന്താണ്? ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ കടന്നു പോകുന്ന ഒരു അനുഭവം ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ഇവിടെ ദാനിയേൽ എന്ന് പറയുന്നത് യൗവനക്കാരനാണ്. യൗവനത്തിൻ്റെ ഒരുപക്ഷെ ചാബല്യങ്ങൾ ഉളവായി വരേണ്ട അല്ലെങ്കിൽ പുറത്തേക്ക് വരേണ്ട സാഹചര്യമുള്ളവനാണ്. എന്നാൽ ഏത് സാഹചര്യത്തെ കൊണ്ടും ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ പോയി എന്നെ മോഹിപ്പിക്കുന്ന ചില ചിന്തകളുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ പ്രേരണകളുടെ പിന്നാലെ കടന്നുപോയി എൻ്റെ ജീവിതത്തെ അശുദ്ധമാക്കുകയില്ല എന്നുള്ളൊരു നിശ്ചയമാണ് ഒന്നാമത് നമുക്ക് ദാനിയേലിൽ കാണുവാൻ കഴിയുക. ദൈവ സാന്നിധ്യവും ദൈവാനുഗ്രഹവും പ്രാപിക്കുവാനും അനുഭവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നാം കാത്തുസൂക്ഷിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങളിൽ ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. നമ്മെ അശുദ്ധമാക്കുന്ന ജീവിത സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഇവിടെ ദാനിയേലിൽ കാണുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഭൃത്യന്മാർ രാജാവിനെ കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവ് എന്ന് പറയുന്നത് അടുത്ത 30 ദിവസത്തേക്ക് ആരും രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയോ തങ്ങളുടെ യാചനകൾ കഴിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ എപ്പോൾ ഈ ഉത്തരവ് ദാനിയേൽ കേട്ടുവോ അപ്പോൾ തന്നെ ദാനിയേൽ തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ മുറിയിൽ കടന്ന് കിളിവാതിലുകൾ യെരുശലേമിന് നേരെ തുറന്ന് പതിവ് പോലെ 3 വട്ടം പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പതിവ് പോലെ 3 വട്ടം പ്രാർത്ഥിച്ചു. നോക്കുക, ഒരു പ്രാർത്ഥനയുടെ ജീവിതം ദാനിയേൽ എപ്പോഴും തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. തനിക്ക് വരുവാനിരിക്കുന്ന ശിക്ഷ എന്തെന്നറിയാം, തനിക്ക് ഈ രാജകൽപ്പന ലംഘിച്ചാനുണ്ടാകുന്ന തിക്തമായ അനുഭവം എന്താണ് എന്ന് ദാനിയേലിന് ഉത്തമ ബോധ്യമുണ്ട്. എന്നാൽ ഏത് പ്രതിസന്ധികളുടെയും ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ശക്തമായ ഒരു പ്രാർത്ഥനയുടെ അനുഭവം ദാനിയേലിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഇവിടെ ഭൃത്യന്മാർ ദാനിയേലിന് എതിരെ രാജാവിനോട് സംസാരിച്ച് അവന് ഗുഹയിലേക്ക് ഇടുന്നത്. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ സിംഹങ്ങളുടെ വായെ ഇങ്ങനെ കെട്ടി എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ മൂടി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എവിടെയാണ് ശക്തമായ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ബോധ്യവും ദാനിയേൽ നമുക്ക് നൽകുന്നുണ്ട്. ഇതിൻ്റെ അനന്തരഫലം എന്താണ്? അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത്, ദാനിയേലിൻ്റെ വിടുതലിനെ കണ്ട ദാരിവേശ് രാജാവ് തൻ്റെ ദേശത്തിലെ സകല ജനതയോടും പറയുന്നത്, ഇതാ ദാനിയേലിൻ്റെ ദൈവമായ യഹോവയായ ദൈവത്തെ ഇനി സകലരും
ബഹുമാനിക്കുകയും ഭയപ്പെടുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യണം എന്നുള്ള ഉത്തരവ് ആണ്. നോക്കുക, ദാനിയേലിനേക്കാൾ ഉപരി ദാനിയേലിനെ വിടുവിച്ച ദൈവത്തെ ദാരിവേശ് എന്ന് പറയുന്ന ഒരു പുറജാതിക്കാരനായ രാജാവ് മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതങ്ങളിൽ മൂന്നാമത് ഇവിടെ ദാനിയേൽ നിന്ന് അല്ലെങ്കിൽ ആ സംഭവങ്ങളിൽ നിന്ന് പഠിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുക എന്നുള്ളതാണ്. നോക്കുക, നമ്മുടെ പ്രതിബന്ധങ്ങളെ, നമ്മുടെ ജീവിത പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധിയോടുകൂടി കാക്കുവാൻ, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ, ദൈവനാമ മഹത്വത്തിന് ഉതകുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം തൻ്റെ കൃപ കൊണ്ട് നമ്മെ നടത്തുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തയേശുവിൽ കാത്തുകൊള്ളുമാറാകട്ടെ. ആമേൻ. വളരെ ചിന്തനീയവും പ്രത്യാശയുമൊക്കെ നൽകിയ അനുഗ്രഹപൂർണമായ ഒരു വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ഇനി നമുക്ക് മാധുര്യമേറിയ ഒരു ഗാനം കേൾക്കാം ദേവസംഗീതത്തിലൂടെ. ദിഗന്ധങ്ങൾ മുഴങ്ങുമാ നിലവിളിയാൽ പ്രപഞ്ചം വിറങ്ങലിച്ചു. ദിഗന്ധങ്ങൾ മുഴങ്ങുമാ നിലവിളിയാൽ പ്രപഞ്ചം വിറങ്ങലിച്ചു. പാരിന്റെ പാവങ്ങൾ കൂരിരുളായി ഭൂമിയിൽ വ്യാപരിച്ചു. ബലിയാടാൻ ദൈവസുതൻ, ബലിയാടാൻ ദൈവസുതൻ. ദിഗന്ധങ്ങൾ മുഴങ്ങുമാ നിലവിളിയാൽ പ്രപഞ്ചം വിറങ്ങലിച്ചു. കൽപ്പനയല്ല ഇത്, കാരിരുൾ മാറ്റുന്ന ജീവബലി. കാലത്തിൻ കൽപ്പനയല്ല ഇത്, കാരിരുൾ മാറ്റുന്ന ജീവബലി. കാനനമെങ്ങും കൈവിടും പോലെ കുഞ്ഞാടിവനെ പരിത്യജിച്ചു. കാനനമെങ്ങും കൈവിടും പോലെ കുഞ്ഞാടിവനെ പരിത്യജിച്ചു. താതനവൻ മുഖം മറച്ചു. ഏലോഹി ഏലോഹി ലമ്മാ ശബക്താനി. ദിഗന്ധങ്ങൾ മുഴങ്ങുമാ നിലവിളിയാൽ പ്രപഞ്ചം വിറങ്ങലിച്ചു. പാപങ്ങൾ ചുമലേന്തി ക്രൂരമാം മുൾമുടി ശിരസിലേറ്റി. കഠിനമാം പാപങ്ങൾ ചുമലേന്തി ക്രൂരമാം
ശിരസിലേറ്റി കാൽവരി തന്നിലെ ബലിപീഠത്തിൽ കാൽകരം കീറി നമുക്കായി. കാൽവരി തന്നിലെ ബലിപീഠത്തിൽ കാൽകരം കീറി നമുക്കായി. സ്നേഹസുതൻ നിലവിളിച്ചു ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. നാം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു സെഗ്മെന്റാണിത്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് സുബിൻസ് കൗൺസിലിംഗ് ടോക്കിലൂടെ കേൾക്കാം. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ആത്മവിശ്വാസത്തിൻ്റെ ചില വഴികളെക്കുറിച്ചാണ് ഇന്നത്തെ ടോക്കിൽ നമ്മൾ കേൾക്കുവാനായിട്ട് പോവുക. നമുക്കറിയാം, ആത്മവിശ്വാസം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എനിക്ക് സാധിക്കും, എനിക്ക് കഴിയും എന്നതാണ് ആത്മവിശ്വാസത്തിൻ്റെ ലളിതമായ നിർവചനം. ഒരു കാര്യം നിങ്ങൾ തുടർച്ചയായി ചെയ്യാൻ തുടങ്ങുമ്പോൾ, തുടർച്ചയായി പരിശീലിക്കുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസമായി മാറും. അതിനുള്ള 6 വഴികളെക്കുറിച്ചാണ് പറയുക. ഒന്നാമത്തെ കാര്യം, ആത്മവിശ്വാസമുള്ള ആളിനറിയാം അയാളുടെ സന്തോഷം ഇരിക്കുന്നത് അയാളുടെ ഉള്ളിലാണ്. പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് തങ്ങളുടെ സന്തോഷം ഇരിക്കുന്നത് പുറമേയുള്ള കാര്യങ്ങളിലാണ്. പണത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്, മാനത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്, പദവികളിലാണ് സന്തോഷം ഇരിക്കുന്നത്, സൗന്ദര്യത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്, പുറമേയുള്ള ഏതോ നല്ല നല്ല കാര്യങ്ങളിലാണ് സന്തോഷം ഇരിക്കുന്നത് എന്ന് പലപ്പോഴും മനുഷ്യർ തെറ്റായി വിചാരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം സന്തോഷം ഇരിക്കുന്നത് മറ്റേതെങ്കിലും വസ്തുക്കളിലല്ല, മറിച്ച് അവനവൻ്റെ ഉള്ളിലാണ്. ആ സന്തോഷം കണ്ടെത്തുവാൻ ആത്മവിശ്വാസമുള്ള ആളിന് കഴിയും. അയാൾക്കതറിയാം, അത് അയാൾ പിൻപറ്റുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആത്മവിശ്വാസമുള്ളയാളുടെ സംസാര രീതി വളരെ രസകരമാണ്. അയാൾ കേൾക്കുന്നത് കൂടുതലും പറയുന്നത് കുറച്ചുമായിരിക്കും. നമുക്ക് ഒരു നാവും 2 ചെവിയുമാണ് ഉള്ളത്. പലപ്പോഴും നിങ്ങൾ സംസാരം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മറ്റേയാൾ അതിനെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിന് ഇടയ്ക്ക് കയറി പറയുകയോ പറഞ്ഞത് മുഴിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുന്ന രീതികളൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണുവാൻ കഴിയും. എന്നാൽ ആത്മവിശ്വാസമുള്ളയാൾ കൂടുതൽ കേൾക്കുവാൻ, ശ്രദ്ധയോടെ കേൾക്കുവാൻ, വെറുതെ കേൾക്കുകയല്ല, ശ്രദ്ധിക്കുവാൻ തയ്യാറുള്ള, കേൾവിയും ശ്രദ്ധയും രണ്ടാണ്. ശ്രദ്ധയോടെ കേൾക്കുവാൻ തയ്യാറുള്ള ആളാണ് ആത്മവിശ്വാസമുള്ളയാൾ. അയാൾക്കറിയാം അയാൾ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും പ്രധാനമാണ്. കുറച്ചേ പറയുള്ളായിരിക്കും, പക്ഷേ ഏറ്റവും പ്രധാനമാണ് എന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുവാൻ അയാൾ എപ്പോഴും തയ്യാറായിരിക്കും. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആത്മവിശ്വാസമുള്ളയാൾ തന്നെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കാറില്ല, മറിച്ച് അടുത്ത ആളുകളെ കൂടുതലായിട്ട് ഉയർത്തുവാൻ അയാൾ ശ്രമിക്കും. കാരണം ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. മറ്റുള്ളവരുടെ സഹായം കൂടാതെ, നമ്മൾ ടീം വർക്ക് എന്നൊക്കെ പറയുമല്ലോ, മറ്റുള്ളവരുടെ സഹായം കൂടാതെ, മറ്റുള്ളവരുടെ സഹകരണം കൂടാതെ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്ന് ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം. അതുകൊണ്ട് തന്നെ അയാൾ തന്നെ ഉയർത്താതെ അടുത്ത ആളുകളുടെ നന്മയെ തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കുവാനും അവരെ ഉയർത്തുവാനും അയാൾ എപ്പോഴും തയ്യാറാണ്. അയാൾ എപ്പോഴും ഒരുക്കമുള്ളയാളാണ്. അയാൾ ആത്മവിശ്വാസമുള്ളയാളാണ്. അടുത്ത കാര്യമെന്ന് പറയുന്നത്, അയാൾ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുവാൻ തയ്യാറ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തോട് ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും നമുക്ക് സഹായം സ്വീകരിക്കാൻ മടിയാണ്. നമ്മൾക്ക് 2 കാരണം കൊണ്ടാണ് മടി. ഒന്ന്, ഈഗോയാണ്. ഞാൻ എങ്ങനെ അയാളുടെ മുമ്പിൽ ചെന്ന് ചോദിക്കും, അയാളുടെ മുമ്പിൽ ചെന്ന് എങ്ങനെ ഞാൻ താഴും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് സഹായം ചോദിക്കാൻ മടിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള തെറ്റായ ചിന്ത. ഞാൻ ഒരാളുടെ സഹായം തേടിയാൽ അയാൾ എന്നെ കുറഞ്ഞവനായിട്ട്, ബലഹീനനായിട്ട്, കഴിവില്ലാത്ത ആളായിട്ട്, കാര്യങ്ങൾ നേരെ ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആളായിട്ട് എന്നെക്കുറിച്ച് കരുതുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരാളിൻ്റെ മുൻപിൽ ചെന്ന് സഹായം ചോദിക്കാൻ മടിയാണ് എന്ന് ഒരുപാട് പേർ ചിന്തിക്കും. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ സഹായം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം അടുത്തയാളിനോട് സഹായം ചോദിച്ചാൽ അവർ വളരുക മാത്രമേ ഉള്ളൂ എന്ന്. ആത്മവിശ്വാസമുള്ളവരുടെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി ഓടി നടക്കാറില്ല. അവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ അത് മറ്റുള്ളവരെ ആകർഷിക്കും. അവർ മറ്റുള്ള ആളിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ കാട്ടിക്കൂട്ടാറുമില്ല.
അവരുടെ കഴിവുകൾ, അവരുടെ താലന്തുകൾ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും അവരിലേക്ക് എത്തിക്കുമെന്ന് ആത്മവിശ്വാസമുള്ള ആൾക്ക് അറിയാം. ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, ആത്മവിശ്വാസമുള്ളയാൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ അയാൾ റിസ്ക് എടുക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഏത് കാര്യം എടുത്താലും അയാൾക്കറിയാം ചില കാര്യങ്ങൾ ശരിയാകും, ചില കാര്യങ്ങൾ തെറ്റാകും. ഒരു കാര്യം ശരിയായാൽ അതിൻ്റെ ക്രെഡിറ്റ് അയാൾ ഒറ്റയ്ക്ക് എടുക്കാറില്ല, മറ്റുള്ളവർക്ക് കൂടെ വിതരണം ചെയ്യും. പക്ഷേ അതിലെന്തെങ്കിലും പാളിച്ച പറ്റിയാൽ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അയാൾ ഏറ്റെടുക്കും. റിസ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്കറിയാം റിസ്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ പാളിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ കുറ്റം മൊത്തം ഒറ്റയ്ക്ക് തലയിൽ ഏറ്റെടുക്കുവാൻ അയാൾ തയ്യാർ. ഇല്ലാത്ത ആളാണെങ്കിൽ ചെയ്യുന്നത്, കുറ്റം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ആളിൻ്റെ തലയിൽ ചാരും, അടുത്ത ആളിൻ്റെ ചുമലിൽ ചാരും. അയാൾ കാരണമാണ്, അല്ലെങ്കിൽ അവർ കാരണമാണ്, ഈ സാഹചര്യം കാരണമാണ്, ചുറ്റുപാടുകൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആത്മവിശ്വാസമുള്ള ആൾ പറയും, ഇത് എൻ്റെ തെറ്റാണ്, ഞാനത് ഇനിഷ്യേറ്റീവ് എടുത്തു, അത് പാളിപ്പോയി. പക്ഷേ അയാൾ വിമർശിക്കുമ്പോൾ ഉടനെ തന്നെ അത് ശരിയാക്കി അയാൾ വീണ്ടും അത് നന്നായിട്ട് ചെയ്യാൻ അയാൾ എപ്പോഴും തയ്യാറായിരിക്കും. ഇതാണ് ആത്മവിശ്വാസമുള്ള ആളിൻ്റെ ലക്ഷണങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രയോജനം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. വളരെ മനോഹരമായ ടോക്ക്. നാം എല്ലാവരും ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ കൊച്ചു കൂട്ടുകാർ കാത്തിരുന്ന സമയം എത്തിയിരിക്കുകയാണ്. ഇതുവരെ കേട്ട പാട്ടും മെസ്സേജും കൗൺസിലിംഗ് ടോക്കുമെല്ലാം നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നിങ്ങളുടെ സെഗ്മെന്റ് കുട്ടികളും ഞാനും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? സന്തോഷമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു കഥ പഠിക്കാൻ പോവുകയാണ്. അതിനുമുമ്പ് എന്നെ പരിചയപ്പെടണ്ടേ? എൻ്റെ പേര് മിക്കി. അപ്പോൾ നമ്മൾ ഇന്നൊരു കഥ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു ടീച്ചറിൻ്റെ ക്ലാസ് റൂമിൽ നടക്കുന്ന കഥയാണ് കേട്ടോ. ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ് റൂമിൽ ഭയങ്കര ബഹളം. അപ്പോൾ ടീച്ചറിന് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ടീച്ചർ ഈ ക്ലാസ് റൂമിലേക്ക് വന്നു. അപ്പോൾ ഒരു കുട്ടിയാണ് വലിയ ബഹളം, ഏറ്റവും കൂടുതൽ ബഹളം വയ്ക്കുന്ന അവനാണ്. അപ്പോൾ അവനെ ഒന്ന് ഒതുക്കിയിരുത്തിയാൽ പിന്നെ ക്ലാസ്സിലൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. ടീച്ചറിനൊരു ബുദ്ധി തോന്നി. ടീച്ചർ ഇങ്ങനെ നോക്കിയപ്പോൾ ക്ലാസ് റൂമിൽ ഒരു വലിയ ഭൂപടം കിടക്കുന്നു, ഒരു വലിയ മാപ്പ്, ലോകത്തിൻ്റെ ഒരു മാപ്പ്. അപ്പോൾ ഈ മാപ്പിൽ ഒരുപാട് രാജ്യങ്ങളൊക്കെ ഉണ്ട്. എവിടെയായിട്ട് ചെറിയ പിന്നെ കോളങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ടീച്ചർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ മാപ്പിനെ ഒരുപാട് കഷ്ണങ്ങളായിട്ട് വലിച്ചു കീറി ടീച്ചർ തറയിലിട്ടു. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, നീ വന്ന് ഇത് ശരിയാക്കണം, ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അവനൊരു ജോലി ഏൽപ്പിച്ചിട്ട് ടീച്ചർ തൻ്റെ ക്ലാസ്സിലേക്ക് പോയി. അവിടെ പോയി ടീച്ചർ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് വന്നു. ടീച്ചറിനറിയാം ഈ കുട്ടി വലിയ പഠിക്കാനൊന്നും മിടുക്കനൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഇത് നേരെയാക്കി എടുക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. അപ്പോൾ ടീച്ചറിന് ക്ലാസ്സിൽ പഠിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ജോലി കൊടുത്തിട്ട് ടീച്ചർ ക്ലാസ്സിലേക്ക് പോയി പഠിപ്പിച്ചുകൊണ്ട് നിന്നു. പക്ഷേ 10 മിനിറ്റ് പോലും ആയില്ല. അതിനു മുമ്പേ ക്ലാസ്സിൽ വീണ്ടും അതേ ബഹളം. ടീച്ചർ വീണ്ടും ദേഷ്യത്തിൽ ഇവിടെ വന്നു. നോക്കിയപ്പോൾ അതേ കുട്ടി അവൻ്റെ ചെവിക്ക് ഒരു കിഴുക്കം കൊടുത്തിട്ട് അവനെ ഇങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഏൽപ്പിച്ച ജോലി എന്തെടാ നീ ചെയ്യാത്തത്? അപ്പോൾ അവൻ പറഞ്ഞു, ടീച്ചർ ഞാനത് എപ്പോഴേ ചെയ്തു കഴിഞ്ഞു. നീ ഇത്രയ്ക്ക് മിടുക്കനാണോ? നിനക്കെല്ലാം അറിയാമായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ടീച്ചർ എനിക്ക് ആഫ്രിക്ക എവിടെയെന്നും അറിയില്ല, എനിക്ക് അമേരിക്ക എവിടെയെന്നും അറിയില്ല, എനിക്ക് അന്റാർട്ടിക്ക എവിടെയെന്നും അറിയില്ല. പിന്നെ നീ ഇതെങ്ങനെ ശരിയാക്കി? ടീച്ചറെ, ഈ ടീച്ചർ കീറിയിട്ട മാപ്പിൻ്റെ പുറകിൽ ഒരു മനുഷ്യൻ്റെ പടമുണ്ടായിരുന്നു. അവൻ്റെ കൈയും കാലും എവിടെ ഇരിക്കുമെന്ന് എനിക്കറിയാം, അവൻ്റെ മുഖം എവിടെ വയ്ക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ പേപ്പറുകളെല്ലാം തിരിച്ചിട്ടിട്ട് ആ മനുഷ്യനെ ശരിയായ രീതിയിൽ അടുക്കി വെച്ചു. അവൻ്റെ രൂപം പൂർണ്ണമായപ്പോൾ ടീച്ചർ തന്ന ടേപ്പ് എടുത്ത് ഞാൻ അതിലെല്ലാം ഒട്ടിച്ച് പൂർത്തിയാക്കിയിട്ട് ഞാൻ തിരിച്ചിട്ടപ്പോൾ മാപ്പ് റെഡി. ടീച്ചറിന് അതിശയമായി. പ്രിയമുള്ള കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ നന്നായാൽ
ഈ ലോകം മുഴുവൻ നന്നാകും. ഓരോ മനുഷ്യനും നേരെയായാൽ തൻ്റെ കുടുംബം, തൻ്റെ നാട്, താൻ വസിക്കുന്ന രാജ്യം ഒക്കെ എല്ലാം നേരെയാകും എന്നുള്ളതാണ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കുട്ടികളുണ്ട്. ഇവിടെയും ഒരു കുട്ടിയാണ് ബഹളത്തിന് കാരണക്കാരൻ. അവനൊന്ന് നന്നായാൽ അവൻ്റെ ക്ലാസ്സിൽ റൂം അത്രയും അനുഗ്രഹമായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ക്ലാസ്സും, ഞാൻ വസിക്കുന്ന എൻ്റെ ഭവനവും, ഞാൻ വസിക്കുന്ന എൻ്റെ നാടും, ഞാൻ വസിക്കുന്ന എൻ്റെ ലോകവും നന്നാകണമെങ്കിൽ, നല്ലതാകണമെങ്കിൽ, നേരെയാകണമെങ്കിൽ ഞാനെന്ന ഓരോരുത്തരും നേരെയാകണം എന്നുള്ളതാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും നന്നായി വരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെയും ഇഷ്ടം. യേശുപ്പച്ചൻ വചനം പഠിപ്പിക്കുമ്പോൾ ആ വചനത്തിലും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. യേശുപ്പച്ചൻ്റെ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന. പരസ്പരം സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, പരസ്പരം ഒത്തൊരുമയോടിരിക്കാൻ കഴിയുമെങ്കിൽ, പരസ്പരം ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ, പരസ്പരം സഹായിക്കാൻ കഴിയുമെങ്കിൽ, പരസ്പരം ക്ഷമിക്കുവാൻ കഴിയുമെങ്കിൽ നമുക്ക് നല്ല ഒരു ജീവിതം ഇങ്ങനെ കെട്ടി ഉയർത്താനായിട്ട് കഴിയും. അപ്പോൾ നമ്മളെല്ലാവരും നല്ല കൂട്ടുകാരായിട്ടിരിക്കട്ടെ, നല്ല അനുഗ്രഹമുള്ള മക്കളായിരിക്കട്ടെ. നാം വസിക്കുന്ന നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ ക്ലാസ്, നമ്മുടെ സ്കൂള്, നമ്മുടെ ജീവിതം, ഈ ലോകം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ. അങ്ങനെ വളരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അയ്യോ, ഒരു കാര്യം മറന്നു. ഇന്നും ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ഞാൻ നിങ്ങളോട് പറഞ്ഞ കഥയിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വചനം തന്നെ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇത് ഏത് പുസ്തകം, ഏത് അധ്യായം, എത്രാമത്തെ വാക്യമെന്ന് കണ്ടുപിടിച്ചെഴുതൂ. നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കാണും. അതുവരെ ബൈ ബൈ, ടാറ്റാ. ഓക്കേ. കൊച്ചു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ബൈബിൾ ഭാഗം മനസ്സിലായോ? അങ്കിൾ നമ്മളോട് ചോദിച്ച ചോദ്യം മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഉത്തരം ഞങ്ങൾക്ക് അറിയിക്കുക. ഈ പ്രോഗ്രാമിൻ്റെ അവസാനം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും ഫോൺ നമ്പറും നൽകുന്നതാണ്. അതിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ച് സമ്മാനങ്ങൾ നേടണം കേട്ടോ. സ്വർഗസുധ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സെഗ്മെന്റ് ദൈവസന്നിധി. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും ഞങ്ങളേറെ സ്നേഹിക്കുന്നതിനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ നിമിഷത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോക രാഷ്ട്രങ്ങളുടെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ലോകരാഷ്ട്രങ്ങളെ ശരിയാവണ്ണം ശരിയായ ദിശാബോധത്തോടു കൂടി അതിനെ നയിക്കുവാനും എല്ലാ ഭരണകാര്യങ്ങളിലും വിജയപ്രദമായി തീരുവാനും കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിപ്പാനും രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി പ്രവർത്തിപ്പാനും അവരെ ആത്മീയമായ നിറവ് നൽകി അങ്ങ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിപ്പാനും അവരുടെ ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങ് കാത്തുകൊള്ളണം. നല്ല ദിശാബോധത്തോടുകൂടി അവർ കടന്നു പോകുവാനും അനേക നന്മകൾ ചെയ്യുവാൻ തക്കവണ്ണം അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധത്തിൻ്റെയും മറ്റ് പ്രയാസങ്ങളുടെയും മധ്യയിലായിരിക്കുന്ന വേളയിലും അവിടെയൊക്കെ ജനങ്ങളെ കരുതലോടുകൂടി കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഇടപെടൽ ഭരണകർത്താക്കൾക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കാത്തുകൊള്ളണം, ബലപ്പെടുത്തണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയും ഞങ്ങളെ ശ്രവിച്ച പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.